എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയിലെ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിലെ വാലൻസ് ബോണ്ട് തിയറിയായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ആണ്. വാലൻസ് ബോണ്ട് തിയറി എന്ന ഒരു ടോപ്പിക് 3 ക്ലാസ്സുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് വാലൻസ് ബോണ്ട് തിയറിയും അതിനകത്ത് തന്നെ വരുന്ന ഹൈബ്രിഡൈസേഷന്റെയും പ്രാധാന്യവും കൺസെപ്റ്റും നമുക്ക് മനസ്സിലാക്കി. രണ്ടാമത്തെ പാർട്ടിൽ ചെയ്തത് സിമ്പിൾ എക്സാമ്പിൾസ് ആയ BeCl2, BF3CH4, NH3H2O പോലുള്ള മോളിക്യൂൾസിന്റെ ബോണ്ടിങ്ങും സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി അവശേഷിക്കുന്നത് ഒന്നിൽ കൂടുതൽ സെന്റേഴ്സ് ഉള്ള, ഇപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു സെന്ററേ ഉള്ളൂ, ബെർലിയം എന്നറിയപ്പെടുന്ന ഒരു സെൻട്രൽ ആറ്റമേ ഉള്ളൂ. ഇവിടെയും ബോറോൺ എന്നറിയപ്പെടുന്ന ഒരു സെൻട്രൽ ആറ്റമേ ഉള്ളൂ. ഇവിടെയും കാർബൺ എന്നറിയപ്പെടുന്ന ഒരു സെൻട്രൽ ആറ്റം, ഇവിടെ അങ്ങനെ. അപ്പൊ അങ്ങനെ വരുന്ന എക്സാമ്പിളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നിൽ കൂടുതൽ സെന്റേഴ്സ് വരുന്ന, 2 കാർബൺ വരുന്ന 3 എക്സാമ്പിൾ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് വാലൻസ് ബോണ്ട് തിയറിയുടെ അവസാനത്തെ ഭാഗമാണ്. അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ കാർബൺ ആറ്റംസ് വരുന്ന, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെന്റേഴ്സ് വരുന്ന എക്സാമ്പിൾ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യം C2H6ന്റെ കാര്യം നോക്കാം. C2H6 നമുക്കറിയാം, പേര് സൂചിപ്പിക്കും പോലെ തന്നെ അത് ഈത്തേൻ ആണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഒറിജിനൽ സ്ട്രക്ചർ ഒന്ന് എഴുതിയതിനു ശേഷം നമുക്ക് തുടങ്ങാം. അപ്പൊ കാർബൺ, 2 കാർബൺ എഴുതി. ആൽക്കെയിൻ ആയതുകൊണ്ട് സിംഗിൾ ബോണ്ട് ആണ്. ബാക്കി 3 വാലൻസികൾ H ഇതുപോലെ. ഓക്കെ, അപ്പൊ ഒന്നിൽ കൂടുതൽ സെന്റേഴ്സ് വരുന്ന സമയത്ത് ഇങ്ങനെ എഴുതി ചെയ്യുക. അപ്പൊ എന്നിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ കാർബണിനെ പറ്റി മാത്രം നോക്കാം. ആ കാർബണിനെ പറ്റി മാത്രം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ പെൻസിൽ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇയാളെ പറ്റി മാത്രം സംസാരിക്കാം. ആ ആൾക്ക് ചുറ്റും നോക്കുന്ന സമയത്ത് അവിടെ 1, 2, 3, 4 ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ 4 ബോണ്ടുകൾ ഫോം ചെയ്യണം. ഇനി നമുക്ക് ഹൈബ്രിഡൈസേഷനിലേക്ക് വരാം. അയാളെ പറ്റി മാത്രം. കാർബൺ പതിവ് പോലെ ആറ്റോമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p2. കാർബണിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എടുത്ത് എഴുതുന്നു, 2s2, 2p2. കാർബൺ 2s എന്നുള്ളത് 2 ഇലക്ട്രോൺ കാണിച്ചു. 2p എന്നൊരു ബോക്സ് വരച്ചിട്ട് അതിൽ ഓരോ ഇലക്ട്രോൺ. ഈ കാർബണിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ നമുക്കറിയാം അവിടെ 1, 2, 3, 4 ബോണ്ടുകൾ ഫോം ചെയ്യണം. അപ്പൊ 4 ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 4 ഹാഫ് ഫിൽ ഓർബിറ്റൽ വേണം. സോ അതുകൊണ്ട് തന്നെ കാർബൺ എക്സൈറ്റ് ചെയ്യണം. എക്സൈറ്റഡ് സ്റ്റേറ്റ്. എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് പിന്നുള്ള ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്ത് ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് വരണം. ഓക്കെ, അപ്പോൾ 4 ഹാഫ് ഫിൽ ഓർബിറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി ആ 4 ഹാഫ് ഫിൽ ഓർബിറ്റലും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്യണം. ആ ഹൈബ്രിഡൈസേഷന്റെ പേര് നമുക്ക് മനസ്സിലാക്കാം, sp3 എന്നാണ്. sp3. ഓക്കെ, ഇനി നിങ്ങൾ sp3 ഹൈബ്രിഡൈസേഷൻ വരയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹൈബ്രിഡ് ഓർബിറ്റൽ വരയ്ക്കുന്ന സമയത്ത് ഈ സ്ട്രക്ചർ മനസ്സിൽ വെച്ച് വേണം വരയ്ക്കേണ്ടത്. ഈ കാർബൺ ഇങ്ങോട്ട് നീക്കി എഴുതാം, C. നമ്മൾ സാധാരണ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് വരയ്ക്കാറുള്ളത്. പക്ഷെ ഇവിടുത്തെ ഈ സ്ട്രക്ചർ അനുസരിച്ച് വേണം അത് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതായത് ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ sp3, ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം sp3, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം sp3, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം sp3. ഓക്കെ, ഇനി എല്ലാം കൂടെ 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 ഇലക്ട്രോൺസ് ഇവിടെ കാണിക്കാം, 2, 3, 4. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത കാർബൺ ഇതുപോലെ പരിശോധിക്കാം. അപ്പൊ അടുത്ത കാർബൺ നോക്കുന്ന സമയത്ത് 1, 2, 3, 4 ബോണ്ടുകൾ ഫോം ചെയ്യണം. അപ്പൊ 4 ബോണ്ടുകൾ ഫോം ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാളുടെയും ഹൈബ്രിഡൈസേഷൻ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. അയാൾക്കും sp3 തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഈഥേൻ എന്നറിയപ്പെടുന്ന മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 2 കാർബൺ ആറ്റം sp3 ആണ്. ഇനി ആ കാർബണിന്റെ ഹൈബ്രിഡ് ഓർബിറ്റൽ വരയ്ക്കാം, C. ഇത് വരച്ചു. ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഹൈബ്രിഡ് ഓർബിറ്റൽ sp3, ഇത് അതുപോലെ sp3, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു sp3. ഈ ബാക്കി ഒരെണ്ണം ബാക്കിയുണ്ട്. അപ്പൊ അത് ഇവിടെ ഓവർലാപ്പ് ചെയ്ത രീതിയിൽ വരയ്ക്കണം. ഓവർലാപ്പ് ചെയ്ത രീതിയിൽ sp3. അപ്പൊ അവിടെ ആക്ച്വലി ഒരു ബോണ്ട് കൂടെ ഫോം ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിലവിൽ കാർബൺ കാർബൺ സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. കാർബൺ കാർബൺ സിഗ്മ ബോണ്ടുകൾ, സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബാക്കി ഇവിടുത്തെ ഹൈഡ്രജൻ വരണം.
ഹൈഡ്രജൻ വന്നിട്ട് ഹൈഡ്രജന്റെ ഹാഫ് ഓർബിറ്റൽ നമുക്ക് പരിചയമുണ്ട്. അത് 1s ആണ്. ഹൈഡ്രജൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ ആന്റി ക്ലോക്ക് സ്പിന്നുള്ള ഇലക്ട്രോൺ ഉപയോഗിച്ച് ഹൈഡ്രജൻ 1s, ഇവിടെ അതുപോലെ ഇലക്ട്രോൺസ് ഇങ്ങനെ കാണിക്കുന്നതിന് ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ല. ഹൈഡ്രജൻ 1s, ഇവിടെ അതുപോലെ ഇവിടെ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പതിവ് പോലെ നോട്ട് എഴുതാം. ഇനി ആ സ്ട്രക്ചർ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. സി സി എന്ന് എഴുതിയിട്ട് എച്ച് വരച്ചു. അപ്പോൾ ബോണ്ടിങ് ആയി, സ്ട്രക്ചറുമായി. ഇനി നോട്ടിലേക്ക് പറയാം. നോട്ടിലെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഇൻ ഈത്തേൻ ബോത്ത് ദി കാർബൺ ആറ്റംസ് ഇൻ രണ്ടുപേരും കാർബൺ ആറ്റംസ് ഇൻ sp3 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് ആയി രണ്ട് കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസേഷനിലാണ്. ഇനി അടുത്ത് പറയണം, ഈ ബോണ്ടിന്റെ കാര്യം പറയണം, കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്. അപ്പൊ അതിനുവേണ്ടി sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് one carbon atom overlap with ഇത് sp3 hybrid orbital of other carbon atom to form carbon carbon sigma bond. അപ്പോൾ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്ത കഥ പറയുന്നു. sp3 hybrid orbital of one carbon atom overlap with sp3 hybrid orbital of other carbon atom to form carbon carbon sigma bond. ഇനി കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് പറയാൻ വേണ്ടി ഒരുമിച്ച് അങ്ങ് പറഞ്ഞാൽ മതി. ബാക്കിയുള്ള റിമൈനിങ് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓവർലാപ്പ് വിത്ത്, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പറയാം, 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു ഫോം കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട്. ഷേപ്പിന് മാറ്റമില്ല, ഷേപ്പ് ടെട്രാഹെഡ്രലാണ്. sp3 ആയതുകൊണ്ട് ബോണ്ട് ആംഗിൾ എന്നുള്ളത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ നോട്ട് പൂർത്തിയായിട്ടുണ്ട്. നോട്ടിനകത്ത് അല്പം ശ്രദ്ധിച്ചങ്ങ് എഴുതിയാൽ മതി. കാണുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. പറയേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇൻ ഈത്തേൻ ബോത്ത് ദി കാർബൺ ആറ്റംസ് ഇൻ sp3 ഹൈബ്രിഡൈസേഷൻ. ഇനി ഓരോ ബോണ്ട് ഫോം ചെയ്ത കാര്യം പ്രത്യേകിച്ച് പറയുക. കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ sp3 hybrid orbital of one carbon atom overlap with the sp3 hybrid orbital of other carbon atom to form carbon carbon sigma bond. ഇനി ബാക്കി കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നു. Remaining sp3 hybrid orbital overlap with the 1s orbital of hydrogen atoms to form carbon hydrogen sigma bond. ഷേപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ടെട്രാഹെഡ്രലാണ്. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പൂർത്തിയായിട്ടുണ്ട്. അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. രണ്ടാമത്തെ എക്സാമ്പിൾ C2H4. C2H4ന്റെ പേര് നമുക്കറിയാം, ഡബിൾ ബോണ്ട് ഉള്ള ആളാണ്, എത്തീൻ ആണ് അല്ലെങ്കിൽ എത്തിലീൻ ആണ്. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ആദ്യം എഴുതിയിട്ട് തുടങ്ങാം. C ഡബിൾ ബോണ്ട് C, H H H H. ഓക്കെ, അപ്പൊ ഇനി നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ കാർബണിനെ പറ്റി മാത്രം സംസാരിക്കാം. ആ കാർബണിന് ചുറ്റും എത്ര ബോണ്ടുകൾ ഫോം ചെയ്യണമെന്ന് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4. ഓക്കെ, ഇനി അതുപോലെ കഥ തുടരാം. കാർബൺ അറ്റോമിക് നമ്പർ 6 1s2 2s2 2p2. കാർബൺ ബാലൻസ് ഷെൽ മാത്രം എടുത്തെഴുതുന്നു, 2s2 2p2. കാർബൺ 2sനകത്ത് 2 ഇലക്ട്രോൺ, 2pക്കകത്ത് 1. കാർബണിന് 4 ബോണ്ട് ഫോം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സൈറ്റോസ്റ്റിക് ആവശ്യമുണ്ട്. സോ 2s2p എക്സൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയി. അപ്പൊ ഇനി നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ അതായത് വാലൻസ് ബോണ്ട് തിയറിയുടെ പാർട്ട് 1 ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഈ ബോണ്ടിനെ നമ്മൾ വിളിക്കേണ്ട പേര് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സിഗ്മ ബോണ്ടാണ്. ഈ ബോണ്ടിനെ വിളിക്കേണ്ട പേര് സിഗ്മ ബോണ്ടാണ്. പക്ഷെ ഇവിടുത്തെ രണ്ട് ബോണ്ടില് ഒരു സിഗ്മയും, നമുക്കറിയാം മൾട്ടിപ്പിൾ ബോണ്ടുകളുടെ പ്രത്യേകത അവിടെ ഒരു സിഗ്മയും ഒരു പൈയും ആണെന്ന് അറിയാം. സോ ഇതൊരു സിഗ്മ ബോണ്ടാണ്, ഇതൊരു പൈ ബോണ്ടാണ്. ഓക്കെ, ഇനി ഓർമ്മിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉപയോഗിച്ചിട്ട് നമുക്കറിയാം ഹൈബ്രിഡ് ഓർബിറ്റലിന്റെ പ്രത്യേകത അവിടെ ഒരു വലിയ ലോബും ഒരു ചെറിയ ലോബുമാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽ ലാറ്ററലോട്ട് ഓവർലാപ്പ് ചെയ്താൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്താൽ നമുക്കറിയാം മുകളിലത്തെ ലോബ്സ് മാത്രമേ ഓവർലാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, താഴത്തെ ലോബ്സ് ഓവർലാപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉപയോഗിച്ച് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് പോസിബിൾ അല്ല, അല്ലെങ്കിൽ പൈ ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പം പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. അത് വേറൊന്നുമില്ല,
നമ്മൾ സാധാരണ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉപയോഗിക്കുന്നത് സിഗ്മ ബോണ്ടിന്റെ ഫോർമേഷന് വേണ്ടി മാത്രമാണ്. പൈ ബോണ്ടുകൾ ഫോം ചെയ്യണമെങ്കിൽ അവിടെ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വേണം. സൈഡ് വൈസ് ഓവർലാപ്പിംഗ് വേണമെങ്കിൽ അവിടെ ഹൈബ്രിഡൈസ് ചെയ്യാത്ത പി ഓർബിറ്റൽ തന്നെ അവിടെ ഓവർലാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഹൈബ്രിഡൈസേഷനിലേക്ക് വരാം. അപ്പൊ നോക്കാം. അപ്പൊ ഈ കാർബണിന് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാർബൺ ചെയ്യേണ്ടത് സൈഡ് വൈസ് ഓവർലാപ്പിംഗിന് വേണ്ടി ഒരു പി ഓർബിറ്റലിനെ മാറ്റി വെക്കണം. ഒരു പി ഓർബിറ്റലിനെ മാറ്റി വെച്ചിട്ട് ബാക്കി 3 സിഗ്മ ബോണ്ട് ഫോം ചെയ്തതിന് കണക്കാക്കി മാത്രമേ ഹൈബ്രിഡൈസേഷൻ പറയാവൂ. ഇപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 4 ഹാഫ് ഓർബിറ്റൽ ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണത്തിനെ മാറ്റി വെച്ചു. ഒരെണ്ണത്തിന് എന്തുകൊണ്ട് മാറ്റി വെച്ചെന്ന് വെച്ചാൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യണം. ഒരു പൈ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഒരു പി ഓർബിറ്റൽ മാറ്റി വെക്കണം. ബാക്കിയുള്ള ആൾക്കാർ ഉപയോഗിച്ച് ഹൈബ്രിഡൈസ് ചെയ്യാം. സോ ആ ഹൈബ്രിഡൈസേഷന്റെ പേര് sp2 ആണെന്ന് നമുക്ക് മനസ്സിലായി ആണല്ലോ. പിന്നെ ഇതനുസരിച്ച് നമുക്ക് സ്ട്രക്ചർ വരയ്ക്കാം. സി sp2 ആകുമ്പോൾ ട്രൈഗണൽ പ്ലാനാർ ആണ്. ഈ സിഗ്മ ബോണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം sp2, ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരെണ്ണം sp2. ഓക്കെ, അപ്പൊ ഇത്രയും ചേർന്നിട്ട് ഒരു പ്ലെയിൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്ലെയിൻ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ബാക്കി പി ഓർബിറ്റൽ ബാക്കിയുണ്ട്. ആ പി ഓർബിറ്റലിന്റെ പ്രത്യേകത ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് പി ഓർബിറ്റൽ ഡംബലാണ്, ഒരു ലോബ് മുകളിലും ഒരു ലോബ് താഴെയുമായിട്ട് ഇങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ പി ഓർബിറ്റൽ കാണിക്കാൻ പറഞ്ഞാൽ പി ഓർബിറ്റൽ ഇങ്ങനെ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് 2 ലോബ്സ് ഉണ്ടെന്ന് അറിയാം. ഒരു വലിയ ലോബ് ഒരു ലോബ് മുകളിലും ഒരു ലോബ് താഴെയായിട്ട് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഓക്കെ, ശരി. ഇത് പി ഓർബിറ്റൽ, ഹൈബ്രിഡൈസ് ചെയ്യാത്ത പി ഓർബിറ്റൽ. അപ്പൊ ഈ കാർബണിന്റെ 4 പേരെയും കാണിച്ചിട്ടുണ്ട്. 3 ഹൈബ്രിഡ് ഓർബിറ്റലും അതുപോലെ ഹൈബ്രിഡൈസ് ചെയ്യാത്ത പി ഓർബിറ്റലും കാണിച്ചു. ഇനി അപ്പുറത്തെ കാർബണിലേക്ക് നോക്കാം. അവിടെ ഇതുപോലെ തന്നെ 1, 2, 3, 4 ബോണ്ട് ഫോം ചെയ്യണം. അതിൽ ഒരെണ്ണം പൈ ബോണ്ടാണ്. അപ്പൊ അവിടുത്തെ കഥ ഇതുപോലെ തന്നെയാണ്. സോ ഈ കാർബൺ എഴുതി. ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു sp2, ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു sp2. ഇനി ഈ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്ത രീതിയിൽ ഒരു sp2. അവിടെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹൈബ്രിഡൈസ് ചെയ്യാത്ത ഒരു പി ഓർബിറ്റൽ അവിടെയുണ്ട്. അത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ഇനി ഹൈഡ്രജൻ ഓവർലാപ്പ് ചെയ്യണം. ഹൈഡ്രജൻ 1s, അടുത്ത ഈ ഹൈഡ്രജൻ ഇതുപോലെ, ഇവിടുത്തെ ഹൈഡ്രജൻ, ഇവിടുത്തെ ഹൈഡ്രജൻ. ഓക്കെ, അപ്പൊ ഇനി ഓരോ ബോണ്ടായിട്ട് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ നോട്ടായിട്ട് പറയേണ്ട പോയിന്റുകൾ സി ഡബിൾ ബോണ്ട് സി എച്ച് 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 വരച്ചതിന് ശേഷം നോട്ടായിട്ട് പറയുന്ന പോയിന്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇൻ ഈത്തീൻ ബോത്ത് ദി കാർബൺ ആറ്റംസ് ഇൻ sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെ എന്നാണ് അടുത്ത്. sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് 1 കാർബൺ ആറ്റം overlap with the sp2 hybrid orbital of other carbon atom to form carbon carbon sigma bond. Okay, ഇനി കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്ത കാര്യം റിമൈനിങ് sp2 hybrid orbital overlap with the 1s orbital of hydrogen atom to form carbon hydrogen sigma bond. ഓക്കെ, പിന്നെ അവശേഷിക്കുന്ന ഒരു ബോണ്ട് കൂടെ ഉണ്ട്, പൈ ബോണ്ട് ഉണ്ട്. ആ പൈ ബോണ്ട് ഇപ്പോൾ കണ്ടപ്പോഴേ നമുക്കറിയാം അത് സൈഡ് വൈസ് ഓവർലാപ്പിങ്ങിലൂടെ, അതായത് ബാക്കിയുള്ള അത്രയും ഒരു പ്ലെയിനിലാണ്. ഇപ്പൊ നിലവിൽ ബോണ്ട് ഫോം ചെയ്ത് കാണിക്കാം. ഇപ്പൊ നിലവിൽ ഫോം ചെയ്ത ബോണ്ടുകൾ കാണാം. ഇത് കാർബൺ കാർബൺ സിഗ്മ ബോണ്ടാണ്, ഇത് കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ടുകളാണ്. ഇതും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാ ബോണ്ടുകളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞിരിക്കുന്ന കാർബണിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പി ഓർബിറ്റൽ ഇങ്ങനെയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ കാർബണിനും ഇതുപോലെ തന്നെ ഒരു പി ഓർബിറ്റൽ ഉണ്ട്. ആ പി ഓർബിറ്റൽ നമുക്കറിയാം. ആ പി ഓർബിറ്റൽ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ സൈഡ് വൈസ് മുകളിലും താഴെയും സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്തിട്ട് പൈ ബോണ്ടുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ശരി. അപ്പൊ അതും കൂടെ നമുക്ക് പെട്ടെന്ന് കാണിക്കാം. ഹൈബ്രിഡൈസ് ചെയ്യാത്ത പി ഓർബിറ്റൽ അത് സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. ആ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് കാണിക്കാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിരുന്നാൽ മതി.
വെറുതെ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് കാർബൺ കാർബൺ പൈ ബോണ്ട് മുകളിലത്തെ ലോബും താഴത്തെ ലോബും സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്ത് കാർബൺ കാർബൺ പൈ ബോണ്ടുകളും ഫോം ചെയ്തു. ഇനി ഷേപ്പ് നമ്മൾ പറയുന്നത് പോലെ തന്നെ ട്രയാഗണൽ പ്ലാനാർ ആണ്. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി എന്ന് പറയാം. പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ ചില ബോണ്ട് ആംഗിളിലുണ്ട്. തൽക്കാലം അതിനെപ്പറ്റി നമ്മൾ പറയുന്നില്ല. 120 എന്ന് തന്നെ പറയുന്നുണ്ട്. ആക്ച്വലി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ബോണ്ട് ആംഗിളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഈഥീനിൽ എന്തൊക്കെ നോട്ടായിട്ട് പറയുമെന്ന് ചോദിച്ചാൽ, ഇനി ഈഥീൻ ബോത്ത് ദി കാർബൺ ആറ്റംസ് ഇൻ sp2 ഹൈബ്രിഡൈസേഷൻ. ഇനി ഓരോ ബോണ്ട് ഫോം ചെയ്തിട്ട് പറയണം. ഈ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെ? sp2 hybrid orbital of one carbon atom overlap with the sp2 hybrid orbital of other carbon atom to form carbon carbon sigma bond. ഇനി കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെ? The remaining sp2 hybrid orbital overlap with the 1s orbital of hydrogen atom to form carbon hydrogen sigma bond. ഇനി കാർബൺ കാർബൺ പൈ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെ? The unhybridized p orbital laterally overlap to form carbon carbon pi bond. Shape of the molecule is trigonal planar with bond angle 120. Okay, ശരിക്കും ചെറിയ വ്യത്യാസങ്ങൾ, ചില ബോണ്ട് ആംഗിൾ 117 ഡിഗ്രിയും ചിലത് 121 ഡിഗ്രി ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ തൽക്കാലം ബോധർ ചെയ്യുന്നില്ല. 120 എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ മൂന്നാമത്തെ എക്സാമ്പിളോട് പെട്ടെന്ന് കാണാം. C2H2 പേര് ചോദിച്ചാൽ അത് ഈഥൈൻ അല്ലെങ്കിൽ അസറ്റിലീൻ. സാധാരണ ചെയ്യുന്നത് പോലെ C ട്രിപ്പിൾ ബോണ്ട് C H H വരച്ചിട്ട് ഒരു കാർബണിന്റെ കാര്യം മാത്രം നോക്കാം. പതിവ് പോലെ 1s2 2s2 2p2 കാർബൺ 2s2 2p2 കാർബൺ 2s-നകത്ത് 2 ഇലക്ട്രോൺ 2p-ക്കകത്ത് ഓരോന്ന് കാർബൺ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ ഇതുവരെ ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ചിന്തിക്കാം, ഈ കാർബണിന് ചുറ്റും എത്ര ബോണ്ടുകൾ ഉണ്ട്? 1 2 3 4. അപ്പൊ 4 ബോണ്ട് ഫോം ചെയ്യണം. ആ 4 ബോണ്ടിന്റെ പ്രത്യേകത, അതില് ഈ കാണുന്ന ബോണ്ട് എന്ന് വെച്ചാൽ അത് സിംഗിൾ ബോണ്ടാണ്, സിഗ്മ ബോണ്ടാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ട്രിപ്പിൾ ബോണ്ടുകൾ വന്നാൽ അതിനകത്ത് ഒരു സിഗ്മയും ബാക്കി 2 ബോണ്ടുകൾ പൈ ബോണ്ടാണ്. അപ്പൊ 2 പൈ ബോണ്ടുകൾ ഫോം ചെയ്യണം. അപ്പൊ 2 പൈ ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ 2 ഓർബിറ്റൽ മാറ്റി നിർത്തണം. ബാക്കിയുള്ള ആൾക്കാർ മാത്രം ഹൈബ്രിഡൈസ് ചെയ്യണം. അപ്പൊ ഹൈബ്രിഡൈസേഷന്റെ പേര് sp ആണ്. ഓക്കെ, സോറി sp ആണ്. ഹൈബ്രിഡൈസേഷന്റെ പേര് sp ആണ്. അപ്പൊ ഇനി വരച്ച് നോക്കാം. ഇത് സ്ട്രക്ചർ കണക്കാക്കി C, ഈ ബോണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ sp, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഹൈബ്രിഡ് ഓർബിറ്റൽ sp. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു p ഓർബിറ്റൽ ഇത് കാണിക്കാം. ഒരു p ഓർബിറ്റൽ. ഇനി അടുത്തൊരു p ഓർബിറ്റലിന്റെ പ്രത്യേകത, ഇതിന് പെർപെൻഡിക്കുലർ ആണ്. അതായത് ഒരു ലോബ് ഇവിടെയും ഒരു ലോബ് പുറക്കെയാണ്. ഓക്കെ, പക്ഷെ അത് നമുക്ക് പടം വരച്ച് കാണിക്കുന്നിടത്ത് ഞാൻ ചരിച്ച് വരയ്ക്കാമെന്നേ ഉള്ളൂ. ശരിക്കും ആക്ച്വലി ഒരു ലോബ് ഇങ്ങനെ, മറ്റു ലോബ് ഇത് ഈ ബോർഡിന്റെ പുറകേറ്റ് വരും. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചരിച്ച് വരച്ച് മറ്റൊരു ഷെയ്ഡ് കൊടുത്ത് കാണിക്കാം. ഓക്കെ, അടുത്ത കാർബൺ ഇതുപോലെ തന്നെ സിഗ്മ സിഗ്മ പൈ പൈ. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. സി, ഇങ്ങോട്ട് ബോണ്ട് കണക്കാക്കിയ ഒരു sp ഹൈബ്രിഡ് ഓർബിറ്റൽ. പിന്നെ ഇങ്ങോട്ട് എണ്ണാം sp, ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞു. ബാക്കി p ഓർബിറ്റൽ p. ഓക്കെ, ഇനി ഇങ്ങോട്ടായിട്ട് പറയുന്ന എടുത്ത് വളരെ സിമ്പിൾ ആണ്. ഇനി ഇവിടെ ഹൈഡ്രജൻ കൂടെ കാണിച്ചിട്ട് പോവാം. അങ്ങോട്ട് പോയിന്റ്സ് പറയാം. സ്ട്രക്ചർ വരച്ച് C ട്രിപ്പിൾ ബോണ്ട് C H H വരച്ചതിന് ശേഷം ശരി തുടങ്ങാം. ഇൻ ഈഥൈൻ both the carbon atoms in sp hybridization. ഇനി ഓരോ ബോണ്ട് ഫോം ചെയ്തതായിട്ട് ഇവിടെ കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെയെന്ന് പറയണം. അപ്പൊ അതിനുവേണ്ടി sp hybrid orbital of one carbon atom overlap with sp hybrid orbital of other carbon atom to form carbon carbon sigma bond. ഇനി ബാക്കി കാർബൺ ഹൈഡ്രജൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്തത് എങ്ങനെ? The remaining sp hybrid orbital overlap with 1s orbital of hydrogen atom to form carbon hydrogen sigma bond. ഇനി പൈ ബോണ്ടുകൾ 2 എണ്ണം ഉണ്ട്. 2 കൂടി ചേർത്ത് ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ 2 p ഓർബിറ്റലും സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടത്തുന്നു. അതുപോലെ തന്നെ ഈ 2 p ഓർബിറ്റലും സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടത്തുന്നു. ഓക്കെ, അപ്പോൾ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ലാറ്ററലി ഓവർലാപ്പ് ടു ഫോം കാർബൺ കാർബൺ പൈ ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു. ഷേപ്പ് ലീനിയർ ആണ്.
ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ അവിടെ നോട്ട്സ് ഇത്രേ പറയാനുള്ളൂ. ഇൻ ഇഥൈൻ ബോത്ത് ദി കാർബൺ ആറ്റംസ് ഇൻ sp ഹൈബ്രിഡൈസേഷൻ. ഇനി ഓരോ ബോണ്ടായിട്ട് പറയണം. sp hybrid orbital of one carbon atom overlap with the sp hybrid orbital of other carbon atom to form carbon-carbon sigma bond. The remaining sp hybrid orbital overlap with the 1s orbital of hydrogen atom to form carbon-hydrogen sigma bond. The unhybridized p orbitals laterally overlap to form carbon-carbon pi bonds. രണ്ട് ബോണ്ട് ഉണ്ട്. Shape of the molecule is linear with bond angle 180 degree. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ബാലൻസ് ബോണ്ട് തിയറിയുടെ അവസാനിപ്പിക്കുകയാണ്. ബാലൻസ് ബോണ്ട് തിയറിയുടെ നമുക്ക് അതിനകത്ത് 3 ക്ലാസ്സുകളായിട്ട് തന്നെ പറഞ്ഞത് നമുക്ക് ഓർമ്മ വരണം. അതിൽ 3 ക്ലാസ്സും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് കാര്യം ക്ലിയർ ആവുള്ളൂ. അതിൽ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷനും ഹൈബ്രിഡൈസേഷന്റെ കാര്യങ്ങൾ. രണ്ടാമത്തെ ക്ലാസ്സിൽ സിമ്പിൾ മോളിക്യൂൾസ് BeCl2, BF3, CH4, പിന്നെ അതിനകത്ത് NH3H2 പ്രത്യേകതയുള്ള ആൾക്കാരെ പറ്റി കണ്ടു. അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിൽ 2 സെന്റേഴ്സ് വരുന്ന ഈത്തൈനും ഈത്തീനും ഈതൈനെ പറ്റിയും, അതായത് പൈ ബോണ്ടുകൾ വരുന്ന ആൾക്കാരെ പറ്റിയും കൂടെ നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, നല്ലവണ്ണം പഠിക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.